അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു നാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും ചീനച്ചട്ടിൻ്റെ പുറത്താണ് ഉണ്ടാക്കുന്നത്. 5 എണ്ണമൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം. നല്ല പെർഫെക്റ്റ് നാനാണ്. മലയാളം ചാനലിൽ ഈ മെത്തേഡിൽ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. ആദ്യം നാനിന് ആവശ്യമായ മൈദ കുഴച്ചെടുക്കുക. അത് ഞാൻ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണ് പഞ്ചസാര. ഇതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടീസ്പൂൺ പോലെ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു കുഴി വയ്ക്കുക. ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചിട്ടാണ് കുഴക്കുന്നത്. ഇതിൽ മുട്ടയൊന്നും ചേർക്കുന്നില്ല. മുട്ടയൊന്നും ചേർക്കാതെ വെറും പാൽ മാത്രം ഒഴിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ വെള്ളത്തിലും കുഴച്ചെടുക്കാം. ഈ 2 കപ്പ് മൈദ കുഴച്ചെടുക്കാൻ വേണ്ടി 1 കപ്പ് പാൽ വേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടും പകുതി പാലും പകുതി വെള്ളവും എങ്ങനെയായിട്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചായിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ നാനിന് കുഴയാന്ന് നല്ലപോലെ ആണ്ടത്. അതുകൊണ്ട് എന്തായാലും നല്ലപോലെ കുഴച്ചെടുക്കണം. കുറച്ച് ഓയിൽ പറ്റി കൊടുത്തിട്ട് ഇത് 2 മണിക്കൂർ അടച്ചു വെച്ച് മാറ്റി വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് ഇതാക്കി എടുക്കാം. നമുക്ക് നാനിന് വേണ്ടിയിട്ട് പരത്തേണ്ട ഭാഗം നോക്കാം. മുറിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് ഉരുളകളാക്കുന്ന പോലെ എടുത്തിടുക. ഇങ്ങനെ മുറിച്ചിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല. ഇതുപോലെ മുഴുവൻ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഞാൻ പരത്തിയെടുക്കുമ്പോൾ കുറച്ച് വേണമെങ്കിൽ മൈദ പൊട്ടിപ്പോന്നുണ്ടെങ്കിൽ മൈദ കുറച്ചിടാം, അധികം ഇടാൻ പറ്റില്ല. ഞാനിങ്ങനെ പരത്തി നോക്കട്ടെ. പൊട്ടിപ്പൊടിക്കൊന്നൊന്നുമില്ല. ഒന്നും ഇടാണ്ടാന്ന് നല്ലത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും പരത്തിയെടുക്കാം. നാനായതുകൊണ്ട് അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ടേസ്റ്റിനും ഒരു ഭംഗിക്കും വേണ്ടിയാണ്. മല്ലിയില ഇട്ടാലിന് വേറൊരു ഫ്ലേവർ ഉണ്ടാവും. പരത്തിയായിട്ടുണ്ട്. നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ചുടുന്നത് ഈ ഒരു ചീനച്ചട്ടി ഉപയോഗിച്ചിട്ടാണ്. നിങ്ങളടുത്ത് ഈ വലിപ്പമുള്ള ചീനച്ചട്ടിയാണെങ്കിൽ അത് ഉപയോഗിക്കുക. ചെറുതാണെങ്കിൽ ചെറുത്, ഇതിൽ വലുതാണെങ്കിൽ വലുത്. അലൂമിനിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഇതോ എടുക്കണം. നോൺ സ്റ്റിക്ക് ശരിയാവില്ല. അപ്പോൾ നമുക്കെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഫുൾ പരട്ടി കൊടുക്കാം. ഈ മല്ലിച്ചപ്പ് ഉള്ള ഭാഗത്തല്ല, മറ്റേ ഭാഗം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ബ്രഷ് ചെയ്യാം. ബ്രഷ് എടുത്തിട്ട് വയ്ക്കുന്നതിനേക്കാൾ നല്ല കൈ കൊണ്ട് കുറച്ച് പരട്ടി കൊടുത്താൽ മതി. കുറച്ച് മതി. ഈ ഓട്ടിൻ്റെ മേലെ ഈ ചീനച്ചട്ടിൻ്റെ ബാക്കിലെ ഭാഗം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാനാണ്. ഇതുപോലെ ഇങ്ങനെ വെക്കാം.
സ്റ്റവ് ഓണാക്കി കൊടുക്കുന്നുണ്ട്. ഫുൾ നല്ലൊരു വലിയ അടുപ്പന്നെ ഓണാക്കണം. ഫുൾ ഫ്ലെയിമിൽ വെക്കുക. ഇത് 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 ഇങ്ങനെ തീയിൽ ചീനച്ചട്ടി കമിഴ്ത്തി വെക്കുകയാണ് വേണ്ടത്. ഇതുപോലെ. അപ്പോൾ ഒരു തന്തൂറിൻ്റെ ഒരു എഫക്റ്റ് തന്നെ ഇതിന് കിട്ടും. ഏകദേശം 2 മിനിറ്റ് കൊണ്ട് തന്നെ ഒരു 5 നാൻ റെഡിയാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. തിരിച്ചാവാത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ളതിൽ കുറച്ച് ചൂട് തട്ടൽ കുറവായതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, കൈയൊന്നും പൊളിപ്പോറ്. ഇനി നമുക്ക് ഇത് തിരിച്ച് പിടിച്ചിട്ട് ചൂടാക്കാം. ഇത് ഇങ്ങനെ കമിച്ച് കാട്ടുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെയും ചെയ്തെടുക്കാം. ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭംഗിയിൽ നല്ലൊരു എന്താ പറയുക, തന്തൂറിൽ ആക്കിയ പോലെ തന്നെ നല്ല നാൻ ഫുള്ളായി വരുന്നുണ്ട്. കുറച്ചും കൂടി ചൂടാക്കുക. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഒന്നിച്ചിട്ട് തന്നെ ഒരു 5 or 6 ചീനച്ചട്ടീൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇത് 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ ഒരു ചെറിയ കുടുംബത്തിന് കഴിക്കാൻ മാത്രമാവും. കംപ്ലീറ്റായി. നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഓഫ് ചെയ്തിട്ട് നമുക്ക് എടുത്ത് തന്നെ ഇങ്ങനെ വെച്ച് ഇതിലേക്ക് കുറച്ച് ബട്ടർ പറ്റി കൊടുക്കാം. ഇത് ഓരോരാളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ബട്ടർ അല്ലാതെ വേണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ പറ്റണം എന്നില്ല. ഗാർലിക്ക് നാൻ വേണമെന്നാക്ക് ഇതേപോലെ തന്നെയാണ് കുഴക്കൊക്കെ വേണ്ടത്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഈ മല്ലിച്ചപ്പ് ഇട്ട പോലെ തന്നെ കുറച്ച് ഗാർലിക്ക് അതുപോലെ ഇട്ടിട്ട് പരത്തി കൊടുത്താൽ മതി. നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. ബേക്കിൽ വാങ്ങാൻ കാണിച്ചു തരാം. കണ്ടാ നല്ല പെർഫെക്റ്റ് നാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.